വിശ്വാസം, വിശുദ്ധി, നവോത്ഥാനം എന്നതാണല്ലോ നമ്മുടെ ക്യാമ്പയിനിന്റെ ശീർഷകം. അതുകൊണ്ട് തന്നെ എന്താണ് വിശ്വാസം എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. തൗഹീദ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് വിശദീകരിച്ചു തരേണ്ട ആവശ്യമുണ്ടാവുകയില്ല. പക്ഷേ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട, എത്ര കേട്ടാലും ആവർത്തന വിരസത തോന്നാത്ത, എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വിശ്വാസത്തിലല്ലേ ഇന്ന് കളങ്കം വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, മക്കയിലുള്ള മുശ്രിക്കുകളോട് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അവര് പറയും അത് അല്ലാഹു തന്നെയാകുന്നു എന്ന്. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് അൻകബൂത്തിലെ 61-ാമത്തെ വചനം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിക്കുകയാണ് എങ്കിൽ, വസഖറ ശംസ വൽ ഖമറ, സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തി തരികയും ചെയ്തവൻ ആരാണ് എന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ, ലയഖൂലുന്നല്ലാഹ്, അത് അല്ലാഹു തന്നെയാകുന്നു എന്ന് അവർ കൃത്യമായി കൊണ്ട് പറയുന്നതാണ്. ഫഅന്നാ യുഫഖൂൻ, പിന്നെ എങ്ങനെയാണ് അവർ വ്യതിചലിച്ചു പോകുന്നത്? ഇതൊക്കെ അല്ലാഹു ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എങ്ങനെയാണ്, എവിടെയാണ് അവർക്ക് പിഴവ് വന്നു പോകുന്നത്? അതേപോലെ തന്നെ സൂറത്ത് അൻകബൂത്തിലെ 63-ാമത്തെ വചനത്തിൽ കാണാം, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആണ് അവരോട് ചോദിക്കുകയാണ് എങ്കിൽ, ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ ഭൂമിയെ അത് മുഖേന ജീവിപ്പിക്കുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും തീർച്ചയായും അല്ലാഹു തന്നെയാകുന്നു. ഇതേപോലെ ഒരുപാട് വചനങ്ങൾ അതാ സൂറത്ത് സുഹ്റത്തിലെ 87-ാമത്തെ വചനം, വലഇൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിക്കുകയാണ് എങ്കിൽ, ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു ആണ് എന്നവർ മറുപടി പറയും. ഫഅന്നാ യുഫഖൂൻ, പിന്നെ എവിടെയാണ് അവർ തെറ്റിപ്പോയിട്ടുള്ളത്, തെറ്റിക്കപ്പെടുന്നത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അംഗീകരിക്കുന്നവർ എവിടെയാണ് തെറ്റിപ്പോകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അല്ലാഹുവാണ് നമ്മളെ പടച്ചിട്ടുള്ളവൻ, മഴ വർഷിപ്പിക്കുന്നവൻ അവനാണ്, സൂര്യന്റെ ചൂട് നൽകുന്നവൻ അവനാണ്, ഭൂമിയെ സൃഷ്ടിച്ചത് അവനാണ്, ആകാശത്തെ സൃഷ്ടിച്ചവൻ അവനാണ്, നമ്മളെ സൃഷ്ടിച്ചവൻ അവനാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും അംഗീകരിക്കുന്ന ആളുകൾ പിന്നെ എവിടെയാണ് വ്യതിചലിച്ചു പോകുന്നത്, വ്യതിയാനം സംഭവിക്കുന്നത്? അത് എവിടെയാണ് എന്ന് അവരുടെ വാക്കിലൂടെ തന്നെ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ സൂറത്ത് സുമറിന്റെ 3-ാമത്തെ വചനത്തിൽ കാണാം, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ വിളിക്കുന്നവർ, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നവർ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്തിനാണ് പറയുന്നത്? വിശ്വാസരംഗത്ത് ഇന്ന് യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ വ്യാപകമാണ്. പ്രിയപ്പെട്ടവരെ, വ്യാപകമാണ്. തൗഹീദിന് വേണ്ടി വാദോരാതെ സംസാരിച്ചിരുന്ന ആളുകൾ പോലും വിശ്വാസരംഗത്ത് മലീമസമായിട്ടുള്ള വിശ്വാസം വെച്ച് പുലർത്തുകയാണ്. ആദർശ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശിർക്കൻ ആചാരങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, എന്താ തരത്തിലുള്ള ആളുകൾ പറയുന്നത്? വിശ്വാസം അഥവാ തൗഹീദ് അചഞ്ചലമാണ് എന്ന് പറയുന്നവർ പോലും കേരളത്തിന്റെ മുക്കുപൂലകളിൽ വാഗ്ദാനത്തിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ആളുകൾ പോലും പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് പഠിക്കുകയും ആ രൂപത്തിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, ആ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തിട്ട് പിന്നെ എന്തിനാണ് അല്ലാഹു അല്ലാത്ത ശക്തികളെ നിങ്ങൾ സഹായം തേടാൻ വേണ്ടി വിളിക്കുന്നത്?
അല്ലാത്തവരോട് നിങ്ങൾ എന്തിനാണ് ഇസ്തിഗാസ നടത്തുന്നത്? ഏത് പ്രദേശത്താണെങ്കിലും, ഏത് രൂപത്തിലുള്ള വിജനമായ പ്രദേശത്താണെങ്കിലും, ജനപ്രദേശത്താണെങ്കിലും നിങ്ങൾ അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്കുള്ള ന്യായം എന്താണ്? മാനഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളയാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ഞങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അത് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതാണ് കാരണം. ലാത്തയും ഉസ്സയും മനാത്തയും ഒന്നും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യന് വേണ്ട ഒരു സംവിധാനങ്ങളും ഒരു രൂപത്തിലുള്ള സംവിധാനങ്ങളും അത്തരത്തിലുള്ള ദൈവങ്ങളൊന്നും ദൈവങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. അതെല്ലാം ചെയ്യുന്നത് അല്ലാഹു തന്നെയാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാനുള്ള ഇടയാളന്മാർ മാത്രമായിട്ടാണ് അവർ ലാത്തയെയും ഉസ്സയെയും ഒക്കെ കണക്കാക്കിയിരുന്നത്. ഇവരെ അല്ലാഹു തആല വിളിച്ചത് എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? കാഫിറുകൾ എന്നാണ് വിളിച്ചത്, മുശ്രിക്കുകൾ എന്നൊക്കെയാണ് വിളിച്ചത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തതൊക്കെ ഈ രൂപത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തിയിരുന്ന ആളുകളെയാണ്. ഇത്തരത്തിൽ പരാമർശിച്ചതൊക്കെ അവരുടെ വിശ്വാസത്തിൽ ഒരിക്കലും ഞങ്ങളെ സൃഷ്ടിച്ചത് പടച്ചവനല്ല എന്നവർ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവാണ് മഴ തരുന്നത്, അള്ളാഹുവാണ്, ഇങ്ങനെ എല്ലാ രൂപത്തിലും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ അള്ളാഹു അല്ലാത്തവരോടും അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചു തുടങ്ങി. അതാണ് അവർക്ക് പറ്റിപ്പോയിട്ടുള്ള അബദ്ധം. ആ മക്ക മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിറുകളെ എന്ന അഭിസംബോധനയോട് കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല. അള്ളാഹുവിനെ വിളിച്ചും അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നിർണായക ഘട്ടങ്ങളിൽ അവരുടെ എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രമായിരുന്നു അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. സൂറത്ത് അങ്കബൂത്ത് 65-ാമത്തെ വചനം, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ അവർ യാത്ര ചെയ്യായിരുന്നു. എന്താണ് കാരണം പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ ലുഖ്മാനിൽ വിശദീകരിക്കുന്നു. 32-ാമത്തെ വചനത്തിൽ വഹിദാ വശിയഹും മൗജൻ ഖൗലലിൻ, അതായത് പർവ്വത സമാനമായ തിരമാലകൾ അവരെ മൂടുന്നതായാൽ ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായ കീഴ്വഴക്കത്തോടുകൂടെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. കുടുങ്ങുന്ന സന്ദർഭങ്ങളിൽ ഇതാ ഇനി ഞങ്ങൾക്ക് അള്ളാഹ് മാത്രമാണ് രക്ഷ, ആ രൂപത്തിൽ അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ നമ്മെ രക്ഷിക്കുവാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ചിട്ടും അല്ലാഹു തആല അവരെ അഭിസംബോധന ചെയ്തത് കാഫിറുകൾ എന്നാണ്, മുശ്രിക്കുകൾ എന്നാണ്. കാരണം അള്ളാഹു പറയുന്നത്, കാരണം അള്ളാഹു അല്ലാത്തവരോട് സഹായം അവർ അഭ്യർത്ഥിച്ചു എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതിന് പറയുന്ന ന്യായീകരണം പലപ്പോഴും മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ന്യായങ്ങൾ തന്നെയായിരുന്നു. എന്താ അവർ ന്യായം പറയാ? പടച്ചവനോട് ഇപ്പൊ ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ പടച്ചവനെ സ്വീകരിക്കാം? ഞങ്ങൾ പാപികളല്ലേ, ഒരുപാട് പാപം ചെയ്ത ആളുകളല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അത് നേരിട്ട് കറണ്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കാത്തതുപോലെ അതേ രൂപത്തിൽ തന്നെ ഒരു MLA കാണണമെങ്കിൽ, മന്ത്രിയെ കാണണമെങ്കിൽ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ കണ്ട് അങ്ങനെയല്ലേ കാര്യങ്ങൾ നേടാറുള്ളത്. ഈ രൂപത്തിലാണ് അവർ പരാമർശിക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെയുള്ള കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ല എന്നാണ്. അള്ളാഹുവിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായി അള്ളാഹ് ആരാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ വന്നു പോകുന്നത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കണം. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ
അവർ മനസ്സിലാക്കിയില്ല. അള്ളാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരുപാട് വിശ്വാസ വൈകല്യങ്ങൾ വന്നു, വിശ്വാസത്തിൽ കളങ്കം വന്നുപോയി. പ്രിയപ്പെട്ടവരെ, ആരാണ് അള്ളാഹു? നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അവൻ തന്റെ ജീവനാടിയേക്കാൾ അടുത്തവനാകുന്നു. നമ്മുടെ ജീവനേക്കാൾ അടുത്തവനാണ് അള്ളാഹു. നമ്മുടെ സങ്കടങ്ങൾ പറയാൻ അവനോടല്ലാതെ മറ്റാരോടാണ് നമുക്ക് പറയാനുള്ളത്? ഏത് സംഗതി, ഏത് സമയത്ത്, ഏത് രൂപത്തിൽ ചോദിച്ചാലും ഏത് സമയത്തും കേൾക്കുന്നവൻ റബ്ബ് മാത്രമാണല്ലോ. ആ കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടെ നമ്മുടെ ജീവനാടിയേക്കാൾ അടുത്തവനായിട്ടുള്ള ആ റബ്ബിനെ മാത്രം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. അവനെ കണക്കാക്കേണ്ട രൂപത്തിൽ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ആ അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ പിന്നീട് ഒരു ഇടയാണെന്ന പ്രസക്തിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുക. തുടർന്ന് വരുന്ന ആയത്തുകളിലൊക്കെ ഇതേ രൂപത്തിലുള്ള ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് അള്ളാഹു എന്ന് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തുകളൊക്കെ ഓതി പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനങ്ങളെ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്തുകയായിരുന്നു. ഈ രൂപത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് മക്കയിലുള്ള മുശ്രിക്കുകളെ, അള്ളയല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ വാർത്തെടുത്തത്. അവർക്ക് കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. കാരണം ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു? വിശ്വാസരംഗം മലീമസമാണ്, സ്വഭാവങ്ങൾ വളരെ മോശമാണ്, ആചാരങ്ങൾ വളരെ മോശമാണ്. അതാ അവരുടെ എല്ലാ കർമ്മങ്ങളും അങ്ങേയറ്റം മോശമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ലഫീ ളലാലിൻ മുബീൻ. അവർ വ്യക്തമായ വഴികേടിലായി, വ്യക്തമായ വഴികേടിലായിരുന്ന ആളുകളെ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ അവരെ വാർത്തെടുക്കുകയാണ്, നല്ല വിശ്വാസികളാക്കി മാറ്റുകയാണ്, ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ ആളുകളുടെ അടുക്കലും അതാ അവരുടെ അടുത്ത തലമുറ തൗഹീദിൽ നിന്നും വ്യതിചലിച്ച് ശിർക്കിലേക്ക് കൂപ്പുകുത്തും എന്ന ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നതും ആ പ്രവാചകൻ തന്നെയായിരുന്നു. തൗഹീദ് ഉറപ്പിച്ചുകൊണ്ട് ആയത്തുകളും ഹദീസുകളും ഒക്കെ പറഞ്ഞുകൊടുത്ത് കൃത്യമായി വാർത്തെടുത്തിരുന്ന ആ സമൂഹത്തിൽ പിൽക്കാലത്ത് ശിർക്ക് വന്നു പോകുമോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടുകൂടെ ഭയപ്പെട്ടിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ശിർക്കിലേക്ക് എത്തിച്ചേരുവാനുള്ള സകലമാന മാർഗങ്ങളും അടച്ചുവെക്കാൻ പ്രവാചകൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിലൂടെ കൃത്യമായി തൗഹീദ് ഉറച്ച ഓരോ സമൂഹങ്ങളിലും കാലക്രമേണ ശിർക്കിലേക്ക് നീങ്ങിയ ചരിത്രം, അതാ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു സമൂഹത്തിൽ തൗഹീദ് ഉറച്ചിരുന്നോ ആ തൗഹീദ് ഉറച്ചിട്ടുള്ള, വിശ്വാസം ഉറച്ചിട്ടുള്ള ആളുകൾ അതാ അവരുടെ കാലശേഷം ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ആ അമ്പിയാക്കന്മാരൊക്കെ അവരോട് പ്രബോധനം ചെയ്തത് എങ്കിൽ അതാ അവർ പ്രബോധനം ചെയ്തിട്ടുള്ള ആ കാര്യത്തിന് വിപരീതമായി കൊണ്ട് അവരുടെ പിൽക്കാലക്കാർ അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രവണതകൾ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചരിത്രം നൽകുന്ന പാഠം കാലപ്പഴക്കത്തിൽ മനുഷ്യൻ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്നതാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ തൗഹീദ് ഉൾക്കൊള്ളുന്നവരായിരുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വിശുദ്ധമായ തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളായിരുന്നു, തൗഹീദ് മനസ്സിലാക്കിയ ആളുകളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ അവരുടെ പിൻതലമുറക്ക് സംഭവിച്ചത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. തൗഹീദിന്റെ ഒരു ശബ്ദം പോലും കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനവിഭാഗമായി അവർ മാറിയിരിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹി
അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പരാതിപ്പെടുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനപ്പെട്ടുള്ള യഊസ് നസ്ർ തുടങ്ങിയ 5 ഔലിയാക്കൾ, ആ 5 ഔലിയാക്കളായിട്ടുള്ള ആളുകൾ അവർ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരാണ്. അള്ളാഹനോട് മാത്രം സഹായം തേടണമെന്ന് പഠിപ്പിച്ചവരാണ്. പക്ഷേ അവരുടെ കാലശേഷം ലാത്തയോടും ഉസ്സയോടുമൊക്കെയുള്ള അതേ ആദരവ്, അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വദ്, സുവാ, യഊസ്, നസ്ർ എന്ന ഈ 5 ഔലിയാക്കളോടുള്ള ആദരവ് കൊണ്ട് പിൽക്കാലത്ത് അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന സാഹചര്യത്തിൽ ഉണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും തന്നെ ഈ രൂപത്തിലുള്ള ആൾ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ആ സന്ദർഭത്തിൽ അത് കേൾക്കാൻ പോലും തയ്യാറല്ലാത്ത രൂപത്തിൽ അവർ പ്രതികരിക്കുകയാണ്. കുല്ലമാ ദഅൗതുഹും ലിതഅഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം. നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പരാതി പറയുകയാണ്. പാപമോചനത്തിന് വേണ്ടി ഞാൻ അവരെ ക്ഷണിക്കുമ്പോഴെല്ലാം അത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാതുകൾ അടച്ചു പിടിക്കുകയാണ്. നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര, പ്രിയപ്പെട്ടവരെ, കൃത്യമായി തൗഹീദ് മനസ്സിലാക്കിയ ആളുകളാണ്. അവരുടെ പിൻതലമുറയിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള വ്യതിയാനം ഉണ്ടാകുന്നത്. തൗഹീദ് കൃത്യമായ ആളുകളിൽ നോക്കൂ നിങ്ങൾ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്നും, അതേപോലെ തന്നെ അവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തി. ആ സന്ദർഭത്തിൽ അവരെന്താ പറഞ്ഞത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, അവരുടെ ആളുകളോട് പറയുകയാണ്. 22-ാമത്തെ അധ്യായം സൂറത്തുൻ നൂഹിന്റെ 23-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് നിങ്ങൾ ഈ രൂപത്തിൽ വദ്ദിനെയും സുവാഇനെയും വിളിച്ച് പ്രാർത്ഥിക്കല്ല എന്ന് പറഞ്ഞത് വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഊസ വയഊഖ വനസ്റാ. നിങ്ങൾ ഒരിക്കലും തന്നെ ഈ നൂഹിന്റെ പൊട്ടത്തരം കേട്ടുകൊണ്ട് വദ്ദിനെയും സുവാഇനെയും യഊഖിനെയും യഊസിനെയും നസ്റിനെയുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവരുടെ ധിക്കാരത്തിന്റെ ഫലമായി അള്ളാഹു അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഒരൊറ്റ സത്യനിഷേധിയെപ്പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കരുത് എന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഭ്യർത്ഥന അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അവരെ ഒന്നരംഗം അള്ളാഹു നശിപ്പിക്കുകയാണ്. എന്നാൽ ആ മുവഹിദുകളുടെ പിൻതലമുറകൾ, ആ മുവഹിദുകളായിട്ടുള്ള തൗഹീദ് ഉൾക്കൊണ്ട, ഇനി ഒരിക്കലും തൗഹീദില്ലാത്ത ഒരാളും അവിടെയില്ല. വെള്ളപ്പൊക്കത്തിൽ സർവ്വതും നശിക്കുകയാണ്. മുവഹിദുകളായ ആളുകൾ മാത്രം ബാക്കിയാവുകയാണ്. എന്നാൽ ആ മുവഹിദുകളുടെ പിൻതലമുറക്കാർ തൗഹീദിൽ അടിയുറച്ച് നിന്നില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് കാലം നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ടാണല്ലോ വീണ്ടും അള്ളാഹുവിന് യഥാർത്ഥ മതം പ്രബോധനം ചെയ്യുവാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്ന ആ നാട്ടിൽ തൗഹീദിന്റെ ഒരു കണിക പോലും ബാക്കിയുണ്ടായിരുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ബിംബാരാധകരുടെ സ്വന്തം നാടായി മാറിയിരുന്നില്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലഘട്ടത്തിൽ? ആ നാട്ടിൽ തന്റെ കഴിവിന്റെ പരമാവധി പ്രബോധനം നടത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു ജനവും താമസിക്കാത്ത വിജനമായ ആ മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. ഒരിക്കലും ആ സമൂഹത്തിൽ ഒരു ശിർക്കും അവശേഷിക്കരുത് എന്ന ഒരു കണിശത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം വിശദീകരിക്കേണ്ടതില്ലല്ലോ. ബിംബാരാധനക്കെതിരെ പ്രവർത്തിച്ച മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിംബാരാധനയുടെ പേരിൽ തീക്കുണ്ടം വരെ ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാനായ പ്രവാചകൻ, അക്ഷരാർത്ഥത്തിൽ തീക്കുണ്ടം വരെ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രവാചകൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രവാചകൻ ആ പ്രവാചകന്റെ പിൻതലമുറക്കാർ പ്രവാചകന്റെ കാലശേഷം ആ ഇബ്രാഹിം നബിയെ തന്നെ ബിംബമാക്കി കഅബാലയത്തിൽ സ്ഥാപിച്ചു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് പിൽക്കാലത്തുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാലം നമുക്ക് തെളിയിച്ചു തരികയാണ്. ആ ഇബ്രാഹിം നബിയെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത നോക്കൂ നിങ്ങൾ. കഅബാലയത്തിന്റെ അകത്തളത്തിൽ പോലും അതാ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അടക്കമുള്ള അൻസാബുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവരതാ ഒരു യാത്ര പോവുകയാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ രൂപത്തിലുള്ള വിഗ്രഹത്തിൽ നിന്ന് അവിടെ ഒരു അമ്പുകുറ്റിയുണ്ടാകും. ആ അമ്പുകുറ്റിയിൽ നിന്ന് ഒരു അമ്പെടുക്കും. യാത്ര പോയിക്കോ എന്ന് പറയുന്ന അമ്പുകുറ്റിയാണ് കിട്ടിയത് എങ്കിൽ യാത്ര പോകും. പോണ്ട എന്നതാണ് എങ്കിൽ യാത്ര മുടക്കുകയും ചെയ്യും. ആ രൂപത്തിൽ വിശ്വാസം വലിയവശമായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് പിൽക്കാലത്ത് പ്രവാചകന്മാർ കടന്നു ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിൻതലമുറക്കാർ പോലും ആ ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി എങ്കിൽ ഈ സമൂഹത്തിൽ മെല്ലെ മെല്ലെ അതാ തൗഹീദിൽ നിന്നുള്ള വ്യതിയാനം അത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇനി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ എന്നവകാശപ്പെടുന്ന ക്രിസ്തീയ സഹോദരന്മാർ, പ്രിയപ്പെട്ടവരെ, ആ ഈസാ നബിയുടെ വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാ കർത്താവെ കാക്കണേ, മേരിയെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത, ഈസാ നബി പഠിപ്പിക്കാത്ത ഒരു പ്രവണത പിൽക്കാലക്കാരിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ആ രൂപത്തിലുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈസാ നബിയോട് ചോദിക്കും, നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഈ ജനവിഭാഗത്തോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അതാ ഈസാ നബി റബ്ബിനോട് മറുപടി പറയും, റബ്ബേ, ഞാനത് പറയാൻ പറ്റുന്നവനല്ലല്ലോ. തീർച്ചയായും ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ റബ്ബേ നീ അത് അറിയുമല്ലോ എന്ന് കൃത്യമായി മറുപടി പറയും. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ചരിത്രത്തിന്റെ ആവർത്തനം പിന്നെയും സംഭവിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഭയപ്പെട്ടത് ഇതുപോലെയുള്ള ഒരു അവസ്ഥ തന്റെ സമുദായത്തിൽ നിന്നും ഉണ്ടാകുമോ എന്നത് തന്നെയാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ജീവിതകാലം മുഴുവൻ പ്രബോധനം ചെയ്ത ആ പ്രവാചകന്മാർ, അവരെ തന്നെ ആരാധിക്കുന്ന ഒരു സമൂഹം അവരുടെ പിൻതലമുറയിൽ നിന്ന് ഉണ്ടായി എന്നത് പ്രവാചകനെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഏറ്റവും അധികം ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മരണാസന്നനായി കിടക്കുന്ന, മരണത്തിന്റെ വക്രതയിൽ ആ മരണത്തിന് വേണ്ടി മരണാസന്നനായി കിടക്കുന്ന ആ സന്ദർഭത്തിലതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതപ്പിട്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ മുഖത്ത് നിന്ന് ആ പുതപ്പങ്ങ് നീക്കിയിട്ട് അവിടെയുണ്ടായിരുന്ന സഹാബികളെ ഒന്നടങ്കം വിളിച്ചു കൂട്ടിയിട്ട് എന്റെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെ പ്രവാചകന്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് പ്രവാചകൻ അവരോട് പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സഹാബികളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. മാത്രമല്ല, എന്താണ് ശപിക്കുവാനുള്ള കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാസ്ഥലമാക്കി മാറ്റി എന്നതാണ് അവർ ശപിക്കുവാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നീ അഖ്ശാ അൻ യത്തഖിദ മസ്ജിദാ, ഇന്നും എനിക്ക് ആ പേടിയുണ്ട്.
പ്രവാചകന്മാരുടെ കബറിടം ആരാധനാസ്ഥലമാക്കി മാറ്റുമോ എന്ന ആ പേര് ഇന്നും എനിക്കുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ ഈ ഹദീസ് വിശദീകരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഈ ഹദീസ് എന്തായിരുന്നു പ്രവാചകൻ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പ്രവാചകന്റെ ഖബർ ആരാധനാസ്ഥലമായില്ല എങ്കിൽ പോലും പ്രവാചകൻ ഭയപ്പെട്ടത് അതെന്താണോ എങ്കിൽ അതിന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഖബറിടങ്ങളിലേക്ക് ആളുകൾ സിയാറത്ത് ടൂറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിലുള്ള ആളുകളോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മപെങ്ങന്മാർ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, നമ്മുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി, ലോകശമനത്തിന് വേണ്ടി അതാ മഖബറുകളിലേക്ക് സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജാറങ്ങളും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ബർക്കത്തുമൊക്കെ തേടിക്കൊണ്ട് പല കേന്ദ്രങ്ങളിലേക്കും ഇന്ന് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ശുദ്ധമാക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഖബറിടത്തിൽ നിങ്ങൾ സന്ദർശനം നടത്തണം. അതെന്തിനു വേണ്ടിയായിരിക്കണം? ഖബറാളികളോട് പോയി സംസാരിക്കാനല്ല, അവരോട് സങ്കടം പറയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഖബർ സന്ദർശിക്കേണ്ടത് നിങ്ങളിൽ പരലോകബോധമുണ്ടാക്കുവാൻ വേണ്ടിയാണ്. എന്തിനാണ് ഖബർ സന്ദർശിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കണം. അവരെ നിങ്ങൾ പോയി ദുആ ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണെന്നോ? മരണചിന്ത അധികരിപ്പിക്കുവാൻ വേണ്ടി. എന്റെ കൂടെ താമസിച്ചിരുന്ന, എന്റെ പിതാവായിട്ടുണ്ടായിരുന്ന എന്റെ ബാപ്പയുടെ ഖബറല്ലേ ഈ കാണുന്നത്? ആ ബാപ്പയെപ്പോലെ ഈ പള്ളിക്കാട്ടിൽ ഈ ഖബറിൽ ഞാനും പോയി കിടക്കേണ്ടവരാണല്ലോ. അതേ രൂപത്തിൽ ആ ഖബറിലെ വിചാരണയെ ഞാനും നേരിടേണ്ടി വരുമല്ലോ. അവിടെ എനിക്ക് സ്ഥിരത ലഭിക്കുമോ? ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ? പടച്ച തമ്പുരാനെ, നീ എന്റെ പാപങ്ങൾ പൊറുക്കണേ. എനിക്കും മരണം വിധേയമാണല്ലോ. ആ മരണത്തിന് ഞാനും വിധേയനാവേണ്ടതാണല്ലോ. ഈ ഒരു കിടത്തം അത് എനിക്കും വന്നു പോവാനുള്ളതാണല്ലോ എന്ന ആ ചിന്തയാണ് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കാൻ പറഞ്ഞത്. ആഖിറത്തിനെ കുറിച്ചുള്ള ആ ചിന്തയുണ്ടാകുവാൻ വേണ്ടിയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മഖബറകളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന്, രോഗശാന്തിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ന് നടക്കുന്നത് മഖബറകളിൽ പോയിക്കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും ഖബറിലുള്ള ആളുകളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഖബറിടത്തിൽ പോയി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് അവരോട് സഹായ അഭ്യർത്ഥന നടത്തുന്ന വിരോധാഭാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒരു ചെറിയ ശ്രമം പോലും പ്രവാചകൻ വളരെ കർശനമായിട്ടാണ് നേരിട്ടത് എന്ന് ആ പ്രവാചക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ അംശം പോലും ആ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീതുകളായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജാഹിലിയ്യ കാലഘട്ടത്ത് മക്കാ മുശ്രിക്കുകൾ പുണ്യം ലഭിക്കുവാൻ വേണ്ടി അവരുടെ ആയുധങ്ങളും വാളുമൊക്കെ തൂക്കിയിട്ടിരുന്ന ഒരു വൃക്ഷമുണ്ടായിരുന്നു, ദാത്തു അൻവാത്ത്. അതാ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില ആളുകൾ, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ചില ആളുകൾക്കതാ ആ മരം ഞങ്ങൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ, അതുപോലെ ഒരു മരം ഞങ്ങൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും റസൂലുള്ളയോട് അവർ ആ ആഗ്രഹം പറയുകയും ചെയ്തു. ആ സമയത്ത് പ്രവാചകൻ അവരോട് പ്രതികരിച്ചത് വളരെ ശക്തമായ രൂപത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പഠിപ്പിച്ചു, മൂസാ നബിയുടെ ജനതയായിരുന്ന ആ ബനൂ ഇസ്രായേലുകൾ ബഹുദൈവാരാധകരുടെ അടുത്തുകൂടെ നടന്നുപോയപ്പോ അവർ ആരാധിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് വജഅൽനാ ഇലാഹൻ കമാ ലഹും ഇലാ ആലിഹ, അവരെപ്പോലെ
അവർക്കുള്ളതുപോലെ ഒരു ദൈവത്തെ ഞങ്ങൾക്കും നീ നൽകണം എന്ന് ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു ആവശ്യമാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ലാത്തതാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ അവർ ചെയ്തത്? അവരുടെ വാൾ തൂക്കിടാൻ വേണ്ടിയിട്ട് ഒരു പുണ്യവൃക്ഷം ആ രൂപത്തിൽ ഞങ്ങൾക്കും ഉണ്ടാകണം, ഒന്ന് ബർക്കത്തെടുക്കുക എന്ന് മാത്രമാണ് അവർ വിചാരിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ബർക്കത്തെടുക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചിരുന്ന അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ബർക്കത്ത് നൽകുന്നവെന്നത് അല്ലാഹുവാണ്. അള്ളാഹുവിൽ നിന്നാണ് ബർക്കത്ത് ലഭിക്കുക. പ്രവാചകനും അള്ളാഹുവും അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതേപോലെയുള്ള മൂഢമായ വിശ്വാസങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉറുമ്പരിച്ചു വരുന്നത് പോലെയാണ് ശിർക്ക് മനുഷ്യരിലേക്ക് കടന്നു വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ദുർബലമായ വിശ്വാസികളുടെ, അത്തരത്തിലുള്ള വിശ്വാസികളുടെ മനസ്സിലേക്ക് അത് പ്രവേശിക്കുകയും അത് സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരിക്കലും ശിർക്ക് വരാൻ പാടില്ല. എന്നാൽ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകൾ പോലും, മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ പോലും രാവിലെ ഉണർന്നെണീക്കുമ്പോ നല്ല കണി കാണുകയാണ് എങ്കിൽ ഇന്ന് നല്ലതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. കണി കാണലൊരു നല്ല കാര്യമായിക്കൊണ്ട് ദുശ്ശഗുണങ്ങൾ കണക്കാക്കുന്ന രൂപത്തിൽ കനിയെ അവർ കണക്കാക്കുന്നു. അതേപോലെ തന്നെ ഒരു കച്ചവടക്കാരൻ ആദ്യത്തെ കൈനീട്ടം മോശമാകുന്നത് ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മുടെ വിശ്വാസം ക്ലിയറായിട്ടില്ല. വിശ്വാസം ശുദ്ധമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ കൃഷിയിടത്തിലെ തേക്കോലങ്ങൾ നാശനഷ്ടങ്ങളെ തടുക്കുമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ക്ലിയറായിട്ടില്ല. പച്ചക്കറികളും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള കൃഷികളുമൊക്കെ നടത്തുന്ന നേരത്ത് ഒരു മനുഷ്യന്റെ രൂപമുണ്ടാക്കി ആ രൂപത്തിലുള്ള തേക്കോലമുണ്ടാക്കി വെച്ച് ഇതിലേക്ക് വരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇതിനെ തടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നവനാണ് എങ്കിലും അവന്റെ വിശ്വാസം ക്ലിയറായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേ രൂപത്തിൽ തന്നെ വീട് പണി നടക്കുന്ന സന്ദർഭത്തിൽ അതാ വീട് പണി നടക്കുന്നതിന്റെ മുമ്പേ ഒരു കരിങ്കണ്ണ നോക്ക് അല്ലെങ്കിൽ നോക്കണ്ട എന്നൊക്കെയുള്ള ഒരു ബോർഡ് തൂക്കിയാൽ ആ രൂപത്തിൽ അവരേക്ക് വരുന്ന നാക്കേറും കണ്ണേറുമൊക്കെ തടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതാ പ്രിയപ്പെട്ടവരെ, അവർ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ടും കാര്യമില്ല, അവരുടെ വിശ്വാസം ക്ലിയറായിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ രൂപത്തിൽ തന്നെ പുതിയ ഒരു വാഹനത്തിന്റെ ആദ്യത്തെ യാത്ര, ഒരു പുതിയ വാഹനം വാങ്ങിയാൽ അത് ആദ്യമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്തേക്ക്, ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പല കേന്ദ്രങ്ങളിലേക്കും അങ്ങനെ കൊണ്ടുപോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മൂഢമായ വിശ്വാസം വെച്ചു പുലർത്തിയാൽ അവരുടെ വിശ്വാസം ക്ലിയറാകുന്നതല്ല. അതേ രൂപത്തിൽ തന്നെ നമ്മുടെ വാഹനത്തിന്റെ മുമ്പിൽ ഒരു അതല്ലെങ്കിൽ ഒരു പച്ചമുളകുമൊക്കെ കെട്ടിത്തൂക്കിയാൽ അപകടം വരാതിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന ആളുകളാണെങ്കിലും ആ രൂപത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എങ്കിൽ വിശ്വാസം ക്ലിയറാവുകയില്ല പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ വീടിന്റെ മൂലകളിൽ കെട്ടിത്തൂക്കിയ കുപ്പികൾ, അതേ രൂപത്തിൽ പറമ്പിന്റെ മൂലകളിൽ കുഴിച്ചിട്ട് വെച്ചിട്ടുള്ള ആ രൂപത്തിലുള്ള ചെമ്പിന്റെ തകിടുകളൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തടുക്കുവാൻ നമുക്ക് സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ആ രൂപത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തിയാൽ തൗഹീദ് ക്ലിയറാവുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും.
എത്രത്തോളം എന്ന് വെച്ചാൽ കൈത്തണ്ടയിൽ കെട്ടിയ ഏലസ് അത് രോഗം മാറ്റുമെന്ന വിശ്വാസം, അതേ രൂപത്തിൽ തന്നെ അരയിൽ ബന്ധിച്ച കറുത്ത ചരട് അത് വിപത്തിനെ തടുക്കും എന്ന വിശ്വാസം. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ. ഒരു പല്ലി ചിലക്കിയാൽ, അതല്ലെങ്കിൽ ഒരു കൂമൻ മൂളിയാൽ, ഒരു കാക്ക കരഞ്ഞാൽ, അതുപോലും നമ്മുടെ ശകുനങ്ങളെയും ആ രൂപത്തിലുള്ള കാര്യങ്ങളെയും ഒക്കെ തീരുമാനിക്കാൻ അതിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആവുകയില്ല പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, കണ്ണേറ് തട്ടി ലോകത്തിതുവരെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? കണ്ണേറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആയിട്ടില്ല എന്ന് തന്നെയാണ് ആധികാരികമായിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ നോക്കിയാൽ, അസൂയയോടുകൂടെ നോക്കിയാൽ, അതല്ലെങ്കിൽ ഒരു കണ്ണേറിഞ്ഞാൽ അതാ എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയറാവുകയില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. മാത്രമല്ല, മന്ത്രവാദവും അതുപോലെ തന്നെ മാരണവും കൂടോത്രവും ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ, സിഹ്ർ ബാധിക്കും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ കടക്കാണ് കത്തിവെക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയറാവുകയില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. മാത്രമല്ല, ജിന്നും പിശാചുമൊക്കെ ശരീരത്തിൽ കയറിക്കൂടി നമുക്ക് രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ക്ലിയറായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയറാവുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് അതാ ഇന്ന രൂപത്തിൽ, അഭൗതികമായ രൂപത്തിൽ, അദൃശ്യമായ രൂപത്തിൽ എന്നെ ഉപദ്രവിക്കുവാനും എന്നെ സഹായിക്കുവാനുമൊക്കെ വേറെ ചില ശക്തികൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ പിന്നെ എവിടെയാണ് നിർഭയത്വമുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ? വിശ്വാസം ക്ലിയറാക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം നന്നാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ രൂപത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ വെച്ച് പുലർത്തിയാൽ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും കേൾക്കാറില്ലേ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, എന്റെ അടിമക്ക് ഒരല്ലാഹു പോരെ, എന്റെ അടിമക്ക് ഒരല്ലാഹു പോരെ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള എല്ലാ ശക്തികളെയും ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ണേറ് ഭയപ്പെടേണ്ടതില്ല, സിഹ്ർബാധ ഭയപ്പെടേണ്ടതില്ല. ആ രൂപത്തിലുള്ള ഒരു രൂപത്തിലുള്ള കണ്ണേറുകളും അതുപോലെ തന്നെ കൈനീട്ടങ്ങളും അതേ രൂപത്തിലുള്ള കരിങ്കണ്ണന്റെ ഉപദ്രവമൊന്നും ആ രൂപത്തിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. കാരണം വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമൊക്കെ നൽകുന്നത് അത് അല്ലാഹു ആകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇശാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ പ്രാർത്ഥിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ബിമാ ഖളൈത വലാ യൻഫഉൽ ജദ്ദു മിൻകൽ ജദ്ദ്. പടച്ചവനെ, നീ തന്നത് തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, നീ തടഞ്ഞത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന ആ രൂപത്തിലുള്ള പ്രാർത്ഥന അത് കൃത്യമായി പ്രാർത്ഥിച്ചവരല്ലേ പ്രിയപ്പെട്ടവരെ? ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള മുജാഹിദുകൾ മനസ്സിലാക്കണം, ഒരിക്കലും ഈ രൂപത്തിലുള്ള ശിർക്കൻ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൽ മായം ചേർക്കുന്ന രൂപത്തിലുള്ള ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്തിക്കൂടാ. തൗഹീദിന് വേണ്ടി വാദോരാതെ സംസാരിച്ചിരുന്ന, തൗഹീദിന് വേണ്ടി അഹോരാത്രം പാടിപ്പെട്ടിരുന്ന അത്തരത്തിലുള്ള ആളുകളുടെ നാവുകളിൽ നിന്ന് വന്നാൽ പോലും അത് വിശ്വസിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ
തൗഹീദ് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നാണ് നമ്മൾ തൗഹീദ് മനസ്സിലാക്കിയത്. ആ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നത് അമ്നാണ്, നിർഭയത്വമാണ്. തവക്കുലാക്കുവാനുള്ള ഏറ്റവും അവകാശം അത് അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ തവക്കുലാക്കേണ്ടത്. മറ്റുള്ള ഏതൊരു സ്ഥലത്തും ഏത് രൂപത്തിലും നമ്മൾ ഏതൊരു ശക്തിയോടും നമ്മൾ തവക്കുലാക്കേണ്ടതില്ല. അത് ജനപ്രദേശത്താണെങ്കിലും നമ്മൾ വിളിക്കേണ്ടത് അള്ളാനെ തന്നെ, ജനപ്രദേശത്താണെങ്കിലും നമ്മൾ വിളിക്കേണ്ടത് അള്ളാനെ തന്നെ, കുളക്കരയിലാണെങ്കിലും നമ്മൾ വിളിക്കേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ രൂപത്തിലുള്ള വിളികൾ അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളയല്ലാത്ത ശക്തികളോട് അത് മലക്കിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ജിന്നിനെ വിളിച്ച് സഹായം തേടിയാലും ശിർക്ക് തന്നെ, തൗഹീദിൽ മായം ചേർക്കൽ തന്നെയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ആരുടെ മനസ്സിലാണോ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് അവരുടെ തൗഹീദ് പൂർണ്ണമായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹുവിൽ പരിപൂർണമായും വരമേൽപ്പിച്ച തവക്കുൽ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള ഒരു പ്രശ്നമേ അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നതല്ല. ഒരിക്കലും അവൻ ഒഴിഞ്ഞ സ്ഥലത്തുകൂടെ പോകുമ്പോ അല്ലാഹുവല്ലാത്ത ശക്തിയെ അവൻ വിളിക്കുകയില്ല. അത്തരം ആളുകളുടെ മഹാത്മ്യമായിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു സംഭവം നാം ഇത്തരണത്തിൽ ഓർക്കേണ്ടതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? ഒരിക്കലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കാണുകയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ സ്വപ്നം പോലെ പോഴ്ക്കിനാവുകളാവുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് വഹയിന്റെ ഭാഗമായിരിക്കും. പ്രവാചകന് അല്ലാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത് അതാ പരലോകത്തതാ മനുഷ്യന്മാർ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന രംഗമായിരുന്നു. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സുദീർഘമായ ആ ഹദീസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഉരിളത്ത് അലയ്യൽ ഉമം ഫറഅയ്തൻ നബിയ്യ മഅഹു അർറഹ്ത. ഓരോ പ്രവാചകന്മാരും അതാ അവരുടെ അനുയായികളും എന്ന നിലക്കാണ് ആളുകൾ ഇങ്ങനെ ആ മഹ്ശറയിൽ വേർതിരിഞ്ഞു നിൽക്കുന്നത്. ചില പ്രവാചകന്മാരുടെ കൂടെ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണുള്ളത്. എന്നിട്ടതാ പ്രവാചകൻ പറയുകയാണ്, അവിടെ ഒരു വലിയ ആൾക്കൂട്ടത്തെ ഞാൻ കണ്ടു. തീർച്ചയായും അത് ഞാനും എന്റെ സമുദായവുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചുപോയി. അപ്പോൾ എന്നോട് പറയപ്പെട്ടു, അത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ജനതയുമാകുന്നു. എന്നിട്ടെന്നോടതാ ഒരു ചക്രവാളം നിറയെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് അവിടേക്ക് നോക്കൂ എന്ന് പറഞ്ഞപ്പോ അവിടെ അതാ ഒരു വലിയ ജനസാഗരം കാണുകയാണ്. മഹ്ശറയിൽ ഒരു വലിയ ജനസാഗരത്തെ കാണുകോ. ആദിഹി ഉമ്മത്തുക, പ്രവാചകനോട് പറയുകയാണ്, അതാണ് നിന്റെ ജനത. വമഅഹും സബഊന അൽഫൻ യുദ്ഖലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. അതാ അവരിൽ നിന്ന് 70,000 ആളുകൾ വിചാരണ പോലുമില്ലാതെ ഒരു ശിക്ഷയും അനുവദിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. 70,000 ആളുകൾ ശിക്ഷയും വിചാരണയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ആ ആൾക്കൂട്ടത്തിൽ നിന്ന്, വലിയ ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് 70,000 ആളുകൾ ശിക്ഷയും വിചാരണയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് പോവുക. ആളുകൾ പല രൂപത്തിലുള്ള ചർച്ചകളായി, പലരും പല രൂപത്തിൽ ചർച്ചകൾ തുടങ്ങി. സഹാബത്ത് അതിനെക്കുറിച്ചായി ചർച്ചകൾ. ആരായിരിക്കും ആ 70,000 ആളുകൾ? ചില സഹാബികൾ പറഞ്ഞു, ആരായിരിക്കും ആ ഭാഗ്യവാന്മാർ? അവർ പറയുകയാണ്, പ്രവാചകന്റെ കൂടെ ത്യാഗം സഹിക്കുകയും ആ പ്രവാചകന്റെ കൂടെ സഹവസിക്കുകയും അങ്ങനെ ജീവിതം നയിക്കുകയും ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചായിരിക്കും ആ പരാമർശിച്ചത്.
അപ്പോൾ മറ്റു ചില സഹാബികൾ പറഞ്ഞു, അങ്ങനെയാവാനിടയില്ല, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരല്ലേ, ഒരുപാട് കാലം നമ്മളൊക്കെ തെറ്റുകളിലും കുറ്റങ്ങളിലും അകപ്പെട്ടവരല്ലേ, അതുകൊണ്ട് ആ രൂപത്തിലാവാൻ സാധ്യതയില്ല. അത് ഇസ്ലാമിൽ തന്നെ ജനിച്ചു വീണ ഒരു ശിർക്കും ചെയ്യാതെ പരിശുദ്ധമായി ജീവിതം നയിച്ചവരായിരിക്കുമെന്ന് അതാ ഒരു വിഭാഗം സഹാബികൾ അങ്ങനെ വിചാരിച്ചു പോവുകയാണ്. ആ സമയത്തതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിൽ നിന്ന് വീണ്ടും അതാ അവിടേക്ക് കടന്നു വരുന്നു. എന്നിട്ട് പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവര് പറയാണ്, പ്രവാചകരെ, അങ്ങ് പറഞ്ഞില്ലേ 70,000 ആളുകൾ വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആരായിരിക്കും എന്നതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഹുമുല്ലദീന ലാ യർഖൂന വലാ യസ്തർഖൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതാരാണെന്നോ, മന്ത്രിച്ചൂതാത്തവരും മന്ത്രിച്ചൂതിക്കാത്തവരും തങ്ങളുടെ രക്ഷിതാവിങ്കൽ വരവേൽപ്പിക്കുന്നവരുമായിട്ടുള്ള 70,000 ആളുകളാകുന്നു ആ വിഭാഗം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മന്ത്രിച്ചൂതാത്തവരാണ്, മന്ത്രിച്ചൂതിപ്പിക്കാത്തവരാണ്. ആ രൂപത്തിൽ ഏത് സന്ദർഭങ്ങളിലും റബ്ബിനെ തവക്കുലാക്കി ജീവിക്കുന്നവരാണവർ. അവർ അതാ ആ വിചാരണാ നാളിൽ വിചാരണ കൂടാതെ, യാതൊരു തരത്തിലുള്ള വിചാരണയും കൂടാതെ, അതാ ശിക്ഷ കൂടാതെ അവർ അല്ലാഹ് ാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാത്ത ഇങ്ങനെ ഒരുമിച്ച് കൂടപ്പെടുമ്പോ അമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ മഹ്ശറയിലെ അവസ്ഥയാണ്. അവിടെ നമുക്ക് രക്ഷ ലഭിക്കണം, അവിടെ നമുക്ക് രക്ഷ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നാൾ നമുക്ക് വരാനുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ നാള് വന്നാൽ പിന്നെ അതാ നമുക്കവിടെ പ്രവർത്തനത്തിനുള്ള അവസരങ്ങളില്ല. അവിടെ ഒരിക്കലും കർമ്മങ്ങൾക്കുള്ള വേദിയില്ല. നമ്മൾ ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമുക്കവിടെ ബാക്കിയായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മഹ്ശറാ വിചാരണ നാളിൽ നമ്മളെല്ലാവരും പോയി നിൽക്കേണ്ടവരാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂമി അത് മറ്റൊരു ഭൂമിയാക്കി മാറ്റും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദിവസം നമുക്ക് വരാനുള്ളതാണ്. ഇത് ഏതെങ്കിലും കെട്ടുകഥകളല്ല. പ്രവാചകനും അല്ലാഹുവും വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മഹ്ശറ എന്ന് പറഞ്ഞാൽ. സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മക്ബറ, പൊട്ടിത്തകർന്ന് പിളർന്ന് വീഴും അമ്പരം എന്നുള്ളതും ഖുർആനിലുണ്ട് വിളംബരം. ഗർഭിണികളന്നുണ്ടായിരുന്നാൽ പൊന്നേ പ്രസവിച്ച് പോകും വീതിയാൽ ഉടൻ തന്നെ. അതുപോലെ മുലയോട്ടുന്ന എല്ലാ തള്ളയും മറക്കുന്നതാണവർക്കുള്ള പിള്ളയെ തന്നെയും. ആ മഹ്ശറാ വിചാരണ നാളില്ലതാ. ആ മഹ്ശറാ വിചാരണയിൽ ഒരാളും ഒരാളെയും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ് ആ മഹ്ശറാ മനോരംഗത്തിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ, മന്ത്രിച്ചൂതാത്ത, മന്ത്രിച്ചൂതിപ്പിക്കാത്ത ഏത് പ്രയാസരംഗങ്ങളിലും ഏത് വിജനപ്രദേശത്താണെങ്കിലും പടച്ചവരിൽ വരവേൽപ്പിച്ച് ജീവിക്കുന്ന ആളുകളാണ്, തവക്കുലാക്കി ജീവിച്ച ആളുകളാണ്. ഏതാണ് ആ വിചാരണ?
തയ്യാറാണ് ആ നാള് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂമിയെ അതാ മറ്റൊരു ഭൂമിയാക്കി മാറ്റും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കപ്പെടുന്ന ദിവസം ഇന്ന് ഈ കാണുന്ന പർവ്വതങ്ങളോ സമുദ്രങ്ങളോ വൃക്ഷങ്ങളോ സസ്യലതാദികളോ ഒന്നുമില്ലാത്ത സമനിരപ്പായിട്ടുള്ള ഒരു പടലം, അവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. പ്രവാചകൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ഖിയാമത്ത് നാളിൽ അതാ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അലൽ അർളിൽ ബൈളാ, വെളുത്ത ഒരു ഭൂമിയിൽ. മാത്രമല്ല ആരും ചവിട്ടിയിട്ടില്ലാത്ത ചേരി മിനുസപ്പെടുത്തിയ ഒരു ഭൂമിയായിരിക്കും. അവിടെയുള്ള പ്രത്യേകത എന്താണെന്നറിയുമോ? ലൈസ ഫീഹാ ഇൽമുൻ ലിഅഹദിൻ, യാതൊരു അടയാളവും അവിടെ അവശേഷിപ്പിക്കാത്ത ഭൂമിയിൽ. അത് ഇന്ന സ്ഥലമാണ് എന്നോ ഇന്ന രാജ്യമാണ് എന്നോ ഭൂമിയുടെ ഏത് ഭാഗമാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുക. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പേ ജനിച്ചു വീണിട്ടുള്ള എല്ലാ ആളുകളും അതാ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാലാളുകൾ കൂടിയാൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അവിടെ ഒരിക്കലും ഉണ്ടായിരിക്കുന്നതല്ല. കോടാനുകോടി ജനങ്ങൾ ഉണ്ടായാൽ പോലും എല്ലാവരും അതാ വളരെ വളരെ നിശബ്ദരായിരിക്കും, വളരെ അനുസരണമുള്ളവരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്ത് ത്വാഹയുടെ 108-ാമത്തെ വചനത്തിൽ കൃത്യമായി പഠിപ്പിക്കുകയാണ്. യൗമഇദിൻ യത്തബിഊന അദ്ദാഇയ ലാ ഇബദ ലഹു, അന്നേ ദിവസം വിളിക്കുന്നവന്റെ പിന്നാലെ അവനോട് യാതൊരു അനുസരണക്കേടും കാണിക്കാതെ അവരങ്ങനെ പോകുന്നതാണ്. ഒരു അനുസരണക്കേടും ഉണ്ടാവൂല, കൃത്യമായി അവരങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഒച്ചപ്പാടുണ്ടാവുകയില്ല, ബഹളമുണ്ടാവുകയില്ല എന്നാണ് കൃത്യമായി പഠിപ്പിക്കുന്നത്. മാത്രമല്ല വഹശഅത്തിൽ അസ്വാത്ത് ലിർറഹ്മാൻ, അതാ എല്ലാ ശബ്ദങ്ങളും പരമകാരുണികന് കീഴൊതുങ്ങുന്ന ദിവസമാകുന്നു. ഒരു ശബ്ദവും അവരെ കേൾക്കുകയില്ല. ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, അതിനാൽ ഒരു നേർത്ത ശബ്ദമല്ലാതെ അവിടെ മറ്റൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. മഹ്ശറാ വിചാരണ നാളിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അവിടെ അതാ ഒരിക്കലും തന്നെ മറ്റൊരു ശബ്ദവും കേൾക്കുകയില്ല. ഒരു നേരിയ ശബ്ദം മാത്രമാണ് കേൾക്കുക. അങ്ങനെ ചേരി മിനുസപ്പെടുത്തിയ ആ മഹ്ശറിൽ ജനങ്ങൾ നിൽക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്: യഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഉർലാ, ആ പരലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക ചെരുപ്പില്ലാത്ത, വസ്ത്രമില്ലാത്ത, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അത്തരത്തിലുള്ള അവസ്ഥയിലായിരിക്കും. ഖുൽതു യാ റസൂലുള്ളാഹ്, അപ്പോൾ പ്രവാചകനോട് ചോദിച്ചു: അർരിജാലു വന്നിസാഉ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, പ്രവാചകരെ, സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ പരസ്പരം നോക്കുകയില്ലേ? ഖാലയ ആയിഷ, അപ്പോൾ റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറഞ്ഞു: അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, ആണും പെണ്ണുമൊന്നും ഒരിക്കലും ആ രൂപത്തിൽ നോക്കുവാനുള്ള ഒരു അവസ്ഥയിലായിരിക്കുകയില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, അവരവർക്ക് തന്നെ അവരവരുടെ പ്രശ്നങ്ങളുമായിട്ട് നടക്കുകയായിരിക്കും. എന്റെ കാര്യം എന്താകും, എന്റെ കാര്യം എന്താകും എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കും. ഇത് നമുക്കൊക്കെ വരാനുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു നൃത്തം പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. കാരണം അന്ന് കാലത്തെ കാഴ്ച ഒരിക്കലും തന്നെ ഈ കാഴ്ചയല്ല, ഭയാനകമായിരിക്കും. ഈ കേൾവിയും ഈ കാഴ്ചയും ഈ ശബ്ദവും എല്ലാം അവസാനിച്ചുകൊണ്ട്
റബ്ബിന് മാത്രം കീഴൊതുങ്ങി വിളിക്കുന്നവന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് നമുക്ക് വരാനുള്ളത് പ്രിയപ്പെട്ടവരെ. അതിന്റെ ഭീകരതയെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. സൂര്യൻ തലക്ക് മീതെ 1 മൈൽ മാത്രം അകലെയായിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ പോലും നമുക്ക് ചൂടെടുക്കുന്നുണ്ട്, വിയർത്ത് കുളിക്കുന്നുണ്ട് നമ്മൾ. എന്നാൽ നോക്കൂ നിങ്ങൾ, 3 ലക്ഷം കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യന്റെ ചൂടേൽക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല സഹോദരങ്ങളെ. എങ്കിൽ ആ സൂര്യൻ തലക്ക് മീതെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ അവിടെ നമ്മൾ ആ വിചാരണ കാത്തു നിൽക്കേണ്ടതുണ്ട്. അത് എത്ര കാലമാണ് എന്ന് കൃത്യമായി അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിഷേധികളായ ആളുകൾ 2 കാലിൽ നടക്കുന്നതിന് പകരം അവർ മൂക്കുകുത്തിയായിരിക്കും, മുഖം കുത്തിയായിരിക്കും നടക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹിഹി യൗമൽ ഖിയാമ, പരലോകത്ത് സത്യനിഷേധികൾ മുഖം കുത്തിയായിരിക്കും നിൽക്കുക. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കൈഫ യംശൂന അലാ വുജൂഹിഹിം, എങ്ങനെയാണ് പ്രവാചകരെ മുഖം കുത്തിക്കൊണ്ട് നിൽക്കുക, എങ്ങനെയാണ് മുഖം കുത്തി നടക്കുക എന്ന്. അലൈസല്ലദീ അംശാഹു അലാ റജുലൈനി ഫിദ്ദുനിയാ, ഭൂമിയിൽ 2 കാലിൽ നടക്കണം എന്ന് തീരുമാനിച്ച അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഖാദിറുൻ അലാ അൻ യംശിഹി അലാ വജ്ഹിഹി യൗമൽ ഖിയാമ, പരലോകത്ത് മുഖത്തിന്മേൽ നടത്തുവാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, 2 കാലിൽ നടക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല, അള്ളാഹു തീരുമാനിച്ചതാ. അതുകൊണ്ട് പരലോകത്ത് ആ മഹ്ശറയിൽ അവിശ്വാസികളായ ആളുകൾ അവർ മുഖം കുത്തിയിട്ട് തന്നെയാണ് നടക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന എത്ര കാലമാണ്, എത്ര ദിവസമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ആ ദിവസത്തിന്റെ ദൈർഘ്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വെയിലത്ത് 1 അരമണിക്കൂർ നമ്മൾ നിൽക്കേണ്ടി വന്നാൽ ആ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. അതിന്റെ പ്രയാസം, സൂര്യന്റെ ചൂടേറ്റ് സൂര്യാഘാതമേറ്റുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, സഹോദരങ്ങളെ, ഫാനില്ലാതെ രാത്രി കടന്നുറങ്ങാൻ സാധിക്കുന്നില്ല, വിയർക്കുളിക്കുക അല്ലേ? ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ പോലും നമുക്ക് വിയർക്കുന്നുണ്ട്, ചൂട് സഹിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ മഹ്ശറയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 3 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ സൂര്യന്റെ ചൂടേൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ തലക്ക് മീതെ കത്തി നിൽക്കുന്ന ആ സൂര്യന്റെ ചൂട് നമ്മൾ ഏൽക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ 1 മൈൽ മാത്രമുള്ള ആ സൂര്യന്റെ ചൂട് ഏൽക്കാൻ നമ്മൾ ഓരോരുത്തരും ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും എന്നാണ്. ഇന്നത്തെ ഈ ഭൂമിയെ ഈ ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് അല്ലെ? 24 മണിക്കൂർ. എന്നാൽ യൗമുൽ ഖിയാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദിവസത്തിന്റെ ദൈർഘ്യം വിശുദ്ധ ഖുർആൻ സൂറത്ത് മആരിജിൽ പറയുന്നുണ്ട്. എത്ര ദിവസം? അരമണിക്കൂറല്ല, 1 മണിക്കൂറല്ല, 24 മണിക്കൂറല്ല, ഒരു ദിവസമാണ് എന്ന് പറഞ്ഞു. ആ ദിവസത്തിന്റെ ദൈർഘ്യം ഇവിടത്തെ 24 മണിക്കൂറല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, അഥവാ ആ ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷത്തിന് തുല്യമാണ്. 50,000 വർഷത്തിന് തുല്യമായ ഒരു ദിവസം അതാ ആ മഹ്ശറയിൽ സൂര്യന്റെ താഴെ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. കാർമേഘം മൂടുമെന്ന പ്രതീക്ഷയില്ല, ഒരു തണൽ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വരാന്തയിലേക്ക് കയറി നിൽക്കാമെന്ന ഒരു പ്രതീക്ഷ നമുക്കില്ല. എസിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത മനുഷ്യരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. വീട്ടിൽ എസിയുണ്ട്, വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാലോ നമ്മുടെ വാഹനത്തിൽ എസിയുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആ കഠിനമായ വെയിലിൽ നിന്ന് ഈ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അതാ പ്രത്യേകം തണൽ വിരിച്ചു കൊടുക്കുന്നു. പ്രത്യേകം തണൽ വിരിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആരാണത്? 7 വിഭാഗം ആളുകൾ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ഇല്ല ഇല്ലാ ളില്ലുഹു. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസമുണ്ടല്ലോ. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തആല തണലിട്ട് കൊടുക്കുകയാണ്. അതിൽ ഒന്നാമനായി കൊണ്ട് പഠിപ്പിച്ചത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി.
രണ്ടാമതായി പഠിപ്പിച്ചത് ഇമാമുൻ ആദിലും, നീതിമാനായ ഭരണാധികാരി. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ ഞാനും നിങ്ങളും ഒരു പക്ഷേ വിചാരിക്കാം, ഞങ്ങളൊന്നും ഭരണാധികാരികളല്ലല്ലോ, ഞങ്ങൾ ഭരണം കൈയാളുന്ന ആളുകളല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലെ ഭരണാധികാരികൾ നമ്മളായിരിക്കാം, നമ്മുടെ സ്ഥാപനത്തിലെ ഭരണാധികാരികൾ നമ്മളായിരിക്കാം, ഒരുപക്ഷേ നമ്മുടെ സംഘടനകളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മളായിരിക്കാം. അവരെയൊക്കെ നീതിയോടുകൂടെ നമ്മൾ കാര്യങ്ങൾ കൈയാളേണ്ടതുണ്ട്. ആ രൂപത്തിൽ നീതിയോടുകൂടെ നിങ്ങൾ ആ അധികാരം അലങ്കരിച്ചിട്ടുണ്ട് എങ്കിൽ, കുടുംബത്തിൽ നീതിയോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെ ഭരണരംഗത്ത് എവിടെയും നീതിയോടുകൂടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത ആ മഹ്ശറയിൽ അള്ളാഹു പ്രത്യേകം തണലിട്ട് കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽ അവൻ പെടുന്നതാണ്. രണ്ടാമത്തെ വിഭാഗം ഏതാണ് പ്രിയപ്പെട്ടവരെ? തന്റെ യുവത്വ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ മറക്കാതെ അവനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിട്ടുള്ള ആളുകൾ, അള്ളാഹനെ മറക്കാതെ യുവത്വകാലം അത് കഴിച്ചു കൂട്ടിയിട്ടുള്ള ആളുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കൃത്യമായി ഈ യുവത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യം, ആ യുവത്വം അത് പരസ്പരംപുരാന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ, നാളെ അള്ളാന്റെ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു തണലുമില്ലാത്ത ആ ലോകത്ത് അള്ളാന്റെ തണൽ നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ സഹോദരന്മാരെ, ഇന്നത്തെ യുവതലമുറയെക്കുറിച്ച് നമുക്ക് അഭിപ്രായം എന്താണ്? ഇതാ ഈ ഇരിക്കുന്ന ആളുകൾ, നമ്മുടെ മുമ്പിലുള്ള ആളുകൾ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഇതേ രൂപത്തിലുള്ള പ്രഭാഷണങ്ങളും ദീനിയായ വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യുമ്പോ ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല, ഇതൊന്നും ഞങ്ങൾക്ക് കാണേണ്ടതില്ല, അറിയേണ്ടതില്ല എന്ന രൂപത്തിൽ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രൂപത്തിൽ ഏതെങ്കിലും കടത്തിണ്ണകളിൽ, ഏതെങ്കിലും നാൽക്കവലകളിൽ, അതാ ഏതെങ്കിലും ഒരു മൊബൈൽ പിടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ നെറ്റിൽ കയറിക്കൊണ്ട് അവർക്കിഷ്ടമുള്ള പല രൂപത്തിലുള്ള വ്യവഹാരങ്ങളിലും അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവത്വത്തെക്കുറിച്ച് പരലോകത്ത് ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ യുവത്വം ഒരിക്കലും തന്നെ നശിപ്പിക്കാനുള്ളതല്ല. ആധുനിക വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ ആപൽകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കല്ലേ യുവസമൂഹം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിന്റെയും ആ രൂപത്തിലുള്ള അശ്ലീലതയുടെയും കഥകൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ആ രൂപത്തിൽ അതാ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പോലും ഇന്ന് മദ്യം നുകരുന്ന ആ അവസ്ഥ ഇന്ന് യഥേഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവത്വം അത് റബ്ബിനെ മാത്രം കീഴൊതുക്കി ജീവിക്കാൻ സാധിച്ചാൽ അല്ലാഹുവിന്റെ തണൽ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഇന്നതിന് ആളെ ലഭിക്കുന്നുണ്ടോ, ആളെ കിട്ടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ ചെറുപ്പക്കാരിന്നെവിടെയാണ്? പ്രിയപ്പെട്ടവരെ, രാത്രി 11 മണിയായാലും വീട്ടിലേക്ക് അടുക്കാതെ അതാ അവർ മദ്യപാനത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കല്യാണവേളകളിൽ, കല്യാണത്തിന്റെ തലേ ദിവസങ്ങളിലൊക്കെ മദ്യം യഥേഷ്ടം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ആ മദ്യം കഴിക്കുന്നതിലൂടെ ഒരിക്കലും തന്നെ അതാ അവൻ അറിയുന്നില്ല, ഇതെന്നെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുകയാണ്. മദ്യം എന്റെ കരളിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യപാനം എന്റെ ശരീരത്തെ മാത്രമല്ല എന്റെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരിക്കലും അവൻ അറിയുന്നില്ല. ഒരിക്കലും അതാ അവൻ മദ്യപിച്ചുകൊണ്ട് അവൻ അങ്ങനെ വാഹനത്തിൽ കയറുമ്പോ, പ്രിയപ്പെട്ട സഹോദര, നിന്റെ കണ്ണുകൾ ചുവന്ന് തുടിത്തതും നീ അറിഞ്ഞില്ല, നിന്റെ നാവിലൂടെ വന്ന അസഭ്യവും നീ അറിഞ്ഞില്ല, ബലിഷ്ഠമായ നിന്റെ കാലുകൾ അതതാ വേച്ചുകൊണ്ട് നീ നടന്നതും നീ അറിഞ്ഞില്ല, നിന്റെ നാവിലൂടെ വന്നിട്ടുള്ള
അശ്ലീലങ്ങളും നീ അറിഞ്ഞില്ല. ഈ വാഹനത്തിൽ കയറിയ നേരത്ത് ചേപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിന്നെ മാറ്റി നിർത്തിയതും നീ അറിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദര, ഈ രൂപത്തിൽ നശിപ്പിക്കാനുള്ളതല്ല നിന്റെ യുവത്വം എന്ന് പറയുന്നത്. അത് നല്ല മാർഗത്തിൽ വിനിയോഗിക്കണം. ആ യുവത്വം പരസ്തമ്പുരാന്റെ മാർഗത്തിൽ വിനിയോഗിച്ചാൽ സ്വർണത്തിന് സുഗന്ധമെന്ന പോലെ അതിന് മാറ്റിക്കൂടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യുവത്വത്തെ നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അള്ളാന്റെ തണൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണ്. അശ്ലീലങ്ങളും ആഭാസങ്ങളും ഇന്ന് യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പ്രിയപ്പെട്ട യുവസമൂഹമേ, യുവാക്കൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, യുവതികളും മനസ്സിലാക്കേണ്ടതുണ്ട്. ആണുങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ തക്ക രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ നടത്തുന്ന യുവാക്കൾ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വേഷവിധാനങ്ങൾ നമ്മൾ നടത്തിക്കൂടാ. ഖുർആൻ ക്ലാസുകളിലേക്ക് വരുമ്പോ, പള്ളിയിലേക്ക് വരുമ്പോ, മരിച്ച വീട്ടിലേക്ക് വരുമ്പോ അതിനൊക്കെ ഒരു യൂണിഫോം. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹങ്ങൾക്ക് പോകുമ്പോ, സൽക്കാരങ്ങൾക്ക് പോകുമ്പോ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ മറ്റു രൂപത്തിലുള്ള ഒരു യൂണിഫോം. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന് രണ്ട് രൂപത്തിലുള്ള വേഷവിധാനമില്ല. പ്രിയപ്പെട്ടവരെ, അതാ പള്ളിയിൽ നിന്ന് നമ്മളെ കാണുന്ന, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു തന്നെയാണ് കല്യാണ വീടുകളിലും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണ വീട്ടിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ അള്ളാഹു തന്നെയാണ് നമ്മൾ സൽക്കാര വേളകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ക്ലാസുകളിൽ വരുമ്പോൾ നമ്മെ കാണുന്ന അള്ളാഹു തന്നെയാണ്. അങ്ങാടികളിലേക്ക് പോകുമ്പോ നാം ധരിക്കുന്ന ആ വേഷവിധാനത്തിലൂടെയൊക്കെ അതേ അള്ളാഹു തന്നെയാണ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പള്ളിയിൽ മാത്രമല്ല, മരിച്ച വീട്ടിൽ മാത്രമല്ല, ഖുർആൻ ക്ലാസുകളിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരുന്നാലും റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്ന ആ വിശ്വാസത്തോടുകൂടെ രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്ന കൃത്യമായ വിശ്വാസം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്യ ആണുങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മുടെ യുവസമൂഹം, യുവതികൾ പുറത്തിറങ്ങി നടന്നുകൂടാ എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിനാണ് ഈ നിയമങ്ങൾ വെക്കുന്നത്? മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുവാനാണോ? ഇസ്ലാമിന്റെ ഏതൊരു നിയമം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത് മനുഷ്യ സമൂഹത്തിന് നന്മയായിട്ടാണ് ഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ ഒരു നിയമവും നമ്മെ ബുദ്ധിമുട്ടിക്കുവാനുള്ളതല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാല സാഹചര്യത്തിലതാ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ വേഷവിധാനമാണ് ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിനെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ആചാരങ്ങളെയാണ്, ഇസ്ലാമിന്റെ നിയമങ്ങളെയാണ് ലോകം സമാധാനത്തിന് വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം യുവതികൾ കൃത്യമായി ഇസ്ലാമിന്റെ വേഷമണിഞ്ഞുകൊണ്ട് മാതൃക കാണിക്കേണ്ടവരല്ലേ? ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് വേഷം വാങ്ങിക്കൊടുക്കുമ്പോ ഒരിക്കലും തന്നെ നമ്മൾ ആ രൂപത്തിലുള്ള ആഭാസകരമായിട്ടുള്ള വേഷങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തുകൂടാ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം നിഷ്കർഷിക്കുന്ന വേഷവിധാനങ്ങളെ നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കാവൂ. ആ രൂപത്തിലുള്ള വേഷവിധാനമേ വാങ്ങിച്ചു കൊടുക്കാവൂ. കാരണം എന്താണ്? നാളെ പരലോകത്തെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മക്കൾ നമുക്കതിൽ സാക്ഷി പറയുന്ന ഒരു ദിവസമുണ്ട്. എന്താണ്? റബ്ബേ, എനിക്കെന്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നില്ല, അവരാണ് എനിക്ക് വേഷവിധാനങ്ങൾ വാങ്ങിച്ചു തന്നത്. ഞാൻ ഇഷ്ടപ്പെട്ട പുതിയ മോഡലുകൾ പറയുമ്പോ അതാ ഇതിനൊക്കെ നല്ലവണ്ണം ചേരുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാ അവർക്ക് പുതിയ വേഷവിധാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. റബ്ബേ, ആ മാതാപിതാക്കളാണ് ഞങ്ങളെ ഈ നരകത്തിലെത്തിക്കാനുള്ള കാരണമായിട്ടുള്ളത്. അതാ ആ സന്ദർഭത്തിൽ എത്രയും ക്ലേശിച്ച് പോറ്റിയ മക്കൾ ശത്രുക്കളായി മാറും വിസ്താര നാളിൽ. വായാ തുറന്നുമ്മ വാപ്പാക്കെതിരിൽ ന്യായം പറഞ്ഞിടും അള്ളാന്റെ മുമ്പിൽ.
അല്ലാഹുവേ നിന്റെ ദീനിന്റെ പേരും പറഞ്ഞ് നടന്നായി മാതാപിതാക്കൾ പരിപൂർണ ദീനിന്റെ കാര്യങ്ങളൊന്നും അറിയിച്ചു തന്നില്ല വേണ്ടും വിധത്തിൽ. പടച്ചവനെ, ഈ മാതാപിതാക്കൾ ഇസ്ലാമിക മാതാപിതാക്കളാണ്, പക്ഷേ ഇസ്ലാമിന്റെ ഒരു വേഷവിധാനം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല, ഒരു ആചാരവും പഠിപ്പിച്ചു തന്നില്ല. നരകത്തിലിങ്ങനെ തളച്ചു മറിയുന്ന നേരത്ത് മക്കളതാ പറയുന്നു, റബ്ബേ നജഅൽഹുമാ, ഞങ്ങൾക്ക് നീ അവരെ ഒന്ന് കാണിച്ചതാ പടച്ച തമ്പുരാനെ, ഞങ്ങൾ അവരെ നരകത്തിന്റെ അടിത്തട്ടിലേക്കൊന്ന് ചവിട്ടിത്താഴ്ത്തട്ടെ എന്ന് ഏതെങ്കിലും ഒരു മാതാപിതാവിന്റെ ദേഹത്തിലോക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു മകനോ മകളോ പറഞ്ഞാൽ സഹിക്കുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മുടെ യുവതീ യുവാക്കൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വേഷവിധാനങ്ങൾ മാത്രമല്ല, ജീവിതം സംശുദ്ധമാക്കേണ്ടതുണ്ട്. വിശ്വാസം ക്ലിയറാക്കുന്നതോടുകൂടെ നല്ല ജീവിതം നയിക്കേണ്ടതുണ്ട്. ആ യുവത്വം പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിച്ചാൽ നാളെ അള്ളാഹു അതാ പ്രത്യേകം തണലിട്ട് കൊടുക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുന്നതാണ്. മൂന്നാമത്തെ വിഭാഗം ഏതാണ്? ഈ പറഞ്ഞ വിഭാഗങ്ങളിലൊക്കെ നമ്മൾ പെടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ഇത് കേൾക്കുന്ന സന്ദർഭത്തിൽ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ വിഭാഗം അള്ളാന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ മക്കളയിൽ തണൽ ലഭിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ഏതാണ്? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, ഒരു മനുഷ്യൻ അവന്റെ മനസ്സെപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവൻ പള്ളിയുടെ പ്രശ്നങ്ങൾ, ആ പള്ളിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഇടപെട്ട് ജീവിക്കുന്നയാൾ, കൃത്യമായി നമസ്കാരത്തിന് പോകുന്നയാൾ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നയാൾ, പള്ളിയുമായി എപ്പോഴും അവന്റെ മനസ്സെടുത്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരികളെ, ആത്മാർത്ഥമായി കൊണ്ട് സൂചിപ്പിക്കട്ടെ, പള്ളികൾ ഈ നാട്ടുകാരോട് സ്ത്രീകൾ പള്ളിയിൽ പോകണം എന്ന് അത് നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. ആ പ്രതിഫലം പള്ളിയുമായി അടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിക്കുന്നു. നാലാമത്തെ വിഭാഗം ഏതാണ് പ്രിയപ്പെട്ടവരെ? വറജുലാനി തഹാബ്ബ ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ. ഇജ്തമാഹാ അലൈഹി വതഫറഖാ അലൈഹി, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ടുകാരാകുന്നതും കൂട്ടുകെട്ട് പിരിയുന്നതുമൊക്കെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. കൂട്ടുകാരാകുന്നത് അള്ളാഹുവിന് വേണ്ടി, കൂട്ടുകെട്ട് പിരിയുന്നതും അള്ളാഹുവിന് വേണ്ടി. പടച്ചവന്റെ മാർഗത്തിൽ സ്നേഹം പങ്കിട്ടിട്ടുള്ള ആളുകൾ, അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ചിട്ടുള്ള ആളുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇന്നത്തെ സ്നേഹബന്ധങ്ങൾ അങ്ങനെയാണോ? ഞാൻ ഒരാളോട് സ്നേഹം കാണിച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? എനിക്കയാളിൽ നിന്ന് എന്ത് ലഭിക്കാനുണ്ട് എന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല സ്നേഹം കാണിക്കേണ്ടത്. ഇങ്ങോട്ട് ബന്ധം കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ടും ബന്ധം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലുള്ള ബന്ധമല്ല ബന്ധം കാണിക്കൽ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവനോട് നീ അങ്ങോട്ടും ബന്ധം മുറിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, ലൈസൽ വാസില ബിൽ മുകാഫി, പരസ്പരം ബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അത് പകരത്തിന് പകരം ചെയ്യുന്നവനല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്നെ ഇങ്ങോട്ട് സഹായിച്ചാൽ ഞാൻ അങ്ങോട്ടും സഹായിക്കും, എന്നോട് ഇങ്ങോട്ട് നല്ല നിലക്കാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടും നല്ല നിലക്കാണ്. അതല്ല ബന്ധം ചേർക്കൽ, അത് പകരത്തിന് പകരം ചെയ്യലാണ്. വലാകിന്നൽ വസ്ലു അല്ലദീ ഖുതിഅത് റഹിമഹു വസ്സലാ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ അല്ലദീ, അവൻ ഒരുവനാണ്, ഇദാ ഖുതിഅത് റഹിമഹു, അവനോടൊരാൾ ബന്ധം മുറിച്ചു കളഞ്ഞാൽ, വസ്സലാ, അതാ അവൻ അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ്.
ഉമർ റളിയല്ലാഹു അൻഹു അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ലൈസൽ വസ്ലു, ബന്ധം ചേർക്കലല്ല, അൻതസ്ലമൻ വസലക, നിന്നോട് ബന്ധം മുറിക്കുന്നവനോ നിന്നോട് ബന്ധം കാണിക്കുന്നവരോട് അങ്ങോട്ട് ബന്ധം കാണിക്കലല്ല യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കൽ. അതിൽ വലിയ കാര്യമില്ല, അതിൽ വലിയ ത്യാഗമൊന്നുമില്ല. കാരണം അവൻ നിന്നോട് നല്ല നിലക്കാണ്, അപ്പൊ നീയും നല്ല നിലക്കാണ്. അവൻ നിന്നെ സഹായിക്കുന്നുണ്ട്, അപ്പൊ നീ അവനെയും സഹായിക്കുന്നുണ്ട്. ദാലിക്കൽ ഖിസാസ്, അത് പകരത്തിന് പകരം ചെയ്യലാണ്. എന്നോട് ഇങ്ങോട്ട് നല്ല നിലക്കാണ്, അപ്പോ അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ടാണ്. അത് ബന്ധം ചേർക്കലല്ല, അതിൽ പകരത്തിന് പകരം ചെയ്യലാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കൽ? വലാകിന്നൽ വസുല, എന്നാൽ ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ അൻതസ്ലമൻ തതഅക, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് നീ ബന്ധം നിലനിർത്തലാണ്. പക്ഷേ അതിന് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ മാർഗത്തിൽ ബന്ധം ചേർക്കാൻ നമുക്ക് സാധിക്കുമോ? നിന്നോട് പിണങ്ങി നിന്നിട്ടുള്ള ഒരാളോട് അങ്ങോട്ട് ബന്ധം ചേർക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ അഹങ്കാരം അതിന് സമ്മതിക്കുമോ? നിനക്കെന്താ കുറവ്? അവനല്ലേ തെറ്റ് ചെയ്തത്, അവനല്ലേ പിണങ്ങി നിന്നത്, അവൻ ഇങ്ങോട്ട് ആദ്യം മിണ്ടട്ടെ, അവൻ പിണക്കം തീർക്കാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് നമ്മുടെ മനസ്സിൽ അഭിമാനബോധം ഉണ്ടാക്കിത്തരും. അതാ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു ബന്ധുവുണ്ട്, ഞാനെപ്പോഴും അവരോട് നല്ല നിലക്കാണ് ബന്ധം ചേർക്കാറുള്ളത്. അസ്ലുഹും, ഞാൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ ആരായാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. പക്ഷേ അയാളാണെങ്കിലോ എന്നോടെപ്പോഴും ബന്ധം മുറിക്കുന്ന കക്ഷിയാണ്. വയക്തൗനി, ഞാൻ എത്ര ബന്ധം ചേർത്താലും ആ കുടുംബക്കാരൻ എന്നോട് ബന്ധം മുറിക്കുന്ന കക്ഷിയാണ്. അതേ അവസരത്തിൽ ഇലൈഹിം, ഞാൻ അവർക്ക് നന്മയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. വയുസീഊന ഇലയ്യ, എന്നാൽ എന്നോടെപ്പോഴും അയാൾ വളരെ മോശമായിട്ടേ പെരുമാറാറുള്ളൂ. ബാഹുരുഹും മൻഹും, അവൻ എന്നോട് എന്ത് തന്നെ അവിവേകം പ്രവർത്തിച്ചാലും ഞാൻ അതൊക്കെ വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കാറുണ്ട്. അതേ അവസരത്തിൽ വയജ്ഹലൂന അലയ്യ, അയാളാണെങ്കിലോ എന്നോടെപ്പോഴും അവിവേകം മാത്രമാണ് പ്രവർത്തിക്കാറുള്ളത്. എന്താണ് നബിയെ ഞാൻ കാണിക്കേണ്ടത്? എന്താണ് റസൂലെ ഞാൻ കാണിക്കേണ്ടത്? എന്റെ ബന്ധുവിന് ഇതാണ് എന്നോടുള്ള സമീപനം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള എന്താ പറഞ്ഞതെന്നറിയങ്ങള്? നീ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അതിലൂടെ അവർക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത്. അങ്ങോട്ട് മിണ്ടാൻ പോയിക്കോളിങ്ങൾ, അങ്ങോട്ട് ആദ്യം മിണ്ടിങ്ങള്. ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചിട്ടുള്ള ആളുകളോട് നിങ്ങൾ ബന്ധം ചേർക്കാൻ ശ്രമിക്കണം. അവർ ബന്ധം ഇങ്ങോട്ട് വിച്ഛേദിച്ചാലും അവർക്കാണ് ബുദ്ധിമുട്ടുള്ളത്. നിനക്ക് നീ ഒരു സ്ഥലത്തും കുടുങ്ങുന്നതല്ല, ഒരു സ്ഥലത്തും നീ ഒറ്റപ്പെടുന്നതല്ല. എപ്പോഴും അള്ളാഹുവിന്റെ ഒരു സഹായം നിനക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ സ്വഭാവം നിന്റെ ജീവിതത്തിൽ പകർത്തുന്ന നിലനിൽക്കുന്ന കാലം അത്രയും എന്നാണ്. പ്രിയപ്പെട്ടവരെ, പിണങ്ങിയ ഒരു സഹോദരനോട് മിണ്ടാൻ പോകണമെന്ന ഒരു സഹോദരനെ സ്നേഹത്തോടുകൂടെ എന്ത് ചെയ്യാ? ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹം സ്ഥാപിച്ചുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ സ്നേഹബന്ധമുണ്ടാക്കി അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ അതാ അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിക്കും എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിൽ ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയാൽ, ആ സ്നേഹബന്ധം പുതുക്കാൻ വേണ്ടി പോയാൽ എന്താണ് ഉണ്ടാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ആ മനുഷ്യനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കും. എന്നിട്ട് ആ മലക്ക് അദ്ദേഹത്തോട് ചോദിക്കും എന്നാണ്, അവനെക്കൊണ്ട് നിനക്ക് വല്ല കാര്യലാഭവും ഉണ്ടോ? എന്തിനാപ്പ നീ അവനോട് ബന്ധം ചേർക്കാൻ പോണത്? വല്ല കാര്യലാഭവും ഉണ്ടോ? അതിനു വേണ്ടിയിട്ടാണോ? വല്ല കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണോ? ഹാലലാ, അല്ല എന്ന് പറയും മലക്ക്. വീണ്ടും ചോദിക്കും, ഹാലൽ ഖറാബത്തിൻ ബൈനകോ ബൈനഹോ, നിങ്ങൾ വല്ല കുടുംബ ബന്ധവും ഉള്ളതുകൊണ്ടാണോ, നിന്റെ കുടുംബക്കാരനായതുകൊണ്ടാണോ അവനെ സന്ദർശിക്കുന്നത്? ഹാലലാ, അപ്പോഴും പറയും അല്ല. പതിനിഅമത്തില്ലക ഇൻദഹു, അവനിൽ നിന്ന് വല്ല കാര്യലാഭവും അഥവാ നല്ല സമ്പത്തും നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോഴും പറയും ഇല്ല എന്ന്. കാല പതിമാ, പിന്നെ എന്താണ് നീ അവനെ സന്ദർശിക്കാൻ നിനക്ക് പ്രചോദനമായിട്ടുള്ളത്? ആ
സമയത്ത് ഈ മനുഷ്യൻ മലക്കിനോട് പറയും, ഖാല ഉഹിബ്ബുഹു ഫില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. ആ സമയത്തതാ ഫഇന്നല്ലാഹ അർസലനീ ഇലൈക അഖ്ബിറുക ബിഅന്നഹു ലിഹുബ്ബിക ഇയ്യാഹു, നീ അവനെ ഇഷ്ടപ്പെടുന്നു എന്ന കാരണത്താൽ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എന്നെ അയച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ മാർഗത്തിലാണ് അവനെ സ്നേഹിച്ചത്, അതുകൊണ്ട് നിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കാനാണ് അള്ളാഹ് എന്നെ നിയോഗിച്ചത്. മാത്രമല്ല വഖദ് ഔജബ ലകൽ ജന്ന, നിനക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഈ രൂപത്തിൽ സ്നേഹബന്ധം പുലർത്തിയ ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണലുണ്ട്. അവർ സ്നേഹിച്ചതും അള്ളാഹുവിന് വേണ്ടി, പിരിഞ്ഞതും അള്ളാഹുവിന് വേണ്ടി. നാലാമത്തെ വിഭാഗം ഏതാണ് പ്രിയപ്പെട്ടവരെ? നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽ, നാലാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതാ അള്ളാഹിന്റെ പ്രത്യേകമായ തണൽ നമുക്ക് ലഭിക്കുന്നതാണ്. അഞ്ചാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്നത് വറജലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാത്ത മൻസബിൻ വജമാലിൻ, സുന്ദരിയും കുലീനയുമായ ഒരു പെണ്ണ് അവനെ വേണ്ടാവൃത്തിക്ക് വേണ്ടി ക്ഷണിച്ചപ്പോ അവർ പറഞ്ഞു, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, ആ രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു അശ്ലീലത ചെയ്യാൻ വേണ്ട അവസരം ലഭിക്കുമ്പോ അത് ഇന്റർനെറ്റിലായിരുന്നാലും ഏത് രൂപത്തിലുള്ള സന്ദർഭങ്ങളിലായിരുന്നാലും ഒരു അശ്ലീലത കാണുമ്പോ, വ്യഭിചാരം എന്ന് പറയുമ്പോ ശരീരം കൊണ്ടുള്ള വ്യഭിചാരം മാത്രമല്ല, കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്, നാവ് കൊണ്ട് വ്യഭിചാരമുണ്ട്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും വ്യഭിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള അവസരം ലഭിക്കുന്ന സമയത്ത് ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു, മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ മഹ്ശറയിൽ നമുക്ക് അല്ലാഹു പ്രത്യേകം തണലിട്ട് തരുന്നതാണ്. അതേപോലെ തന്നെ ആറാമത്തെ വിഭാഗം ഏതാണ്? വറജുലൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഹാഫഹാ ഹത്താ ലാ തഅലമ ശിമാലഹു മാ തുൻഫിഖ യമീനുഹു. അഥവാ താൻ ഒരാൾ സ്വതക്ക ചെയ്യുന്നവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അയാളുടെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയുന്നില്ല. അങ്ങനെ കൃത്യമായി പടച്ചവന്റെ മാർഗത്തിൽ സ്വകാര്യമായി കൊണ്ട് സ്വതക്ക കൊടുക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്കും അള്ളാഹു അതാ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുന്നു. ഏഴാമത്തെ വിഭാഗമായി പറഞ്ഞത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫതാലത് ഐനാ. വറജുലെന്നൊരു മനുഷ്യൻ ദക്കറല്ലാഹ, അല്ലാഹനെ ഓർക്കുന്നു, ഖാലിയൻ ഒറ്റക്കിരുന്നു കൊണ്ട് ഓർക്കുകയാണ്. ആ സമയത്ത് ഒറ്റക്കിരുന്ന് ഓർക്കുമ്പോ ഫതാലത് ഐനാ, അല്ലാഹനെ ഓർക്കുന്ന സമയത്ത് അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്നുകൊണ്ട് ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ നിങ്ങളും കണ്ണുനീരൊലിപ്പിച്ചിട്ടുണ്ടോ, കരഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ രോഗമോർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, ഉറ്റവരുടെയും ഉടയവരുടെയും മരണവാർത്ത കേട്ടുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, പട്ടിണിയോർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ റബ്ബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കരഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കരച്ചിൽ ഒറ്റക്കിരുന്നു കൊണ്ട് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഖാലിയൻ ഒറ്റക്കിരുന്നു കൊണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോ, റബ്ബേ, ഈ സന്ദർഭത്തിലെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നിന്റെ ഖബറിൽ ഞാൻ പോയി കിടക്കേണ്ടവനാണല്ലോ, അവിടെ എന്നോട് ചോദ്യങ്ങളുണ്ട്, അതിന്റെ ഉത്തരം പറയേണ്ടവനാണ്. എനിക്ക് സ്വർഗം ലഭിക്കുമോ, ഉത്തരം പറയാൻ ലഭിക്കുമോ എന്ന ആ രൂപത്തിലുള്ള ചിന്തയൊക്കെ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്ന നേരത്തെ റബ്ബേ, എന്റെ കഴിഞ്ഞ കാല ഇന്നലകളെ കുറിച്ച് ഓർക്കുമ്പോ ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് കുറ്റങ്ങളുണ്ട്. നാദാ,
പ്രാർത്ഥിക്കുന്ന നേരത്ത് അവന്റെ രണ്ട് കണ്ണുകളിലൂടെയും കണ്ണുനീർ ധാരധാരയായി വന്നു. അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ മഹ്ശറിൽ അതാ അള്ളാഹു പ്രത്യേകമായി തണൽ വിരിച്ചു കൊടുക്കുന്നതാണ്. ഈ ഒരു ഇനത്തിൽ നമുക്ക് പെടാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും വന്നു പോകുമ്പോ റബ്ബിനോട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് സങ്കടപ്പെടണം പ്രിയപ്പെട്ടവരെ. പാപങ്ങൾ ചോദിക്കാൻ, അല്ലാഹുവിനോട് ചോദിക്കാൻ ഏറ്റവും പറ്റിയ സമയമുണ്ട്. കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിച്ചാൽ ഉത്തരം ലഭിക്കുന്ന സന്ദർഭമുണ്ട്. രാവിന്റെ അന്ത്യയാമങ്ങൾ, ആ രാവിന്റെ അന്ത്യയാമങ്ങൾ അതാ സുബ്ഹിന്റെ തൊട്ട് മുമ്പെയായിക്കൊണ്ട് റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബിനോട് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതാ സന്ദർഭത്തിന്റെ ആ സമയത്തിന്റെ പ്രത്യേകത കൃത്യമായി പഠിപ്പിച്ചു തന്നില്ലേ? യൻസിലു റബ്ബനാ തബാറക വ തആല, അല്ലാഹു അതാ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. മയ്യദഊനി, ആരും എന്നോട് ചോദിക്കാൻ അസ്തജിബ് ലക്കും, ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തന്റെ അടിമയുടെ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പ്രത്യേകമായ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കരഞ്ഞുകൊണ്ട് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ തണൽ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മഹ്ശറയിൽ നമ്മൾ വിചാരണയ്ക്ക് നിൽക്കുന്ന സന്ദർഭമാണ് പറഞ്ഞത്. ആ വിചാരണയിൽ ഈ രൂപത്തിലുള്ള ചൂടിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞാലുള്ള നരകശിക്ഷയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, വിശദീകരിക്കാൻ ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് മരണം വരുന്നതിന്റെ മുമ്പേ നിന്റെ ആ മരണമുണ്ടല്ലോ, അത് വരുന്നതിന്റെ മുമ്പേ നിന്റെ ജീവിതത്തെ നീ നന്നായി ഉപയോഗപ്പെടുത്തണം. ആ ജീവിതം പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. ആ മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന നേരത്ത് വിലപിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ. റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. ഏത് സന്ദർഭങ്ങളിലും റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കണം. അതാണ് വിശ്വാസിയുടെ ലക്ഷണം. മുജാഹിദുകളുടെ ഐഡന്റിറ്റി അതായിരിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടണം. ഒരു കണ്ണേറും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒരു മാരണവും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒരു സിഹ്ർബാധയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കൃത്യമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്ന കൃത്യമായ നല്ല മുവഹിദുകളായിരിക്കണം നാം. കാരണം ഈ വിശ്വാസമുള്ളവർക്ക് പരലോകത്ത് വിജയമുള്ളൂ എന്നാണ് സൂചിപ്പിച്ചത്. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ചൊല്ലുമ്പോ കൈകടിക്കുന്ന അവസ്ഥയുണ്ടാകും പ്രിയപ്പെട്ടവരെ. ആ സന്ദർഭത്തിൽ നാദാ ഒന്നുകൂടെ ഞങ്ങളെ ഭൂമിയിലേക്ക് അയക്കണേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതാ അവരുടെ ഒരു നിമിഷം പോലും ചിന്തിപ്പിച്ചു തരികയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ബന്ധിപ്പിച്ചു തരികയില്ല. അതുകൊണ്ട് ജീവിതകാലത്ത് നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ പ്രിയപ്പെട്ടവരെ. ആ മരണത്തിന്റെ ശേഷം നരകത്തിന്റെ അഗാധതയിൽ വെച്ചുകൊണ്ട് റബ്ബേ ഞങ്ങളെ ഒന്നുകൂടെ നീ ഭൂമിയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അതാ നരകത്തിന്റെ അകത്തളത്തിൽ നിന്ന് അവിശ്വാസികൾ ഇങ്ങനെ റബ്ബിനോട് വിലപിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താണ് പറയുന്നത്? വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖദാ അലൈഹിം ഫയമൂത് വലാ യുഖഫഫു അൻഹും അദാബിഹാ ഫദാലിക കുല്ല നജ്സി കുല്ല കഫൂർ. അക്രമികളായ ആളുകൾ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് അവരിങ്ങനെ റബ്ബിനോട് വിലപിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അവർ ചോദിക്കുകയാണ്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ അഖ്രിജ്നാ, ഞങ്ങളെ നീയൊന്ന് പുറത്തെടുത്ത് തരണമേ നാദാ, നഅമൽ സാലിഹ,
ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു വരാം റബ്ബേ, വൈറല്ലതീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വരാം എന്ന് അവരിങ്ങനെ പറയുന്ന നേരത്ത് റബ്ബദാ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രഭാഷണം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന നേരത്തും നമ്മുടെ മനസ്സുകളിൽ കോറിയിടേണ്ട ഒരു ചോദ്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയില്ലേ? വജാഅകുമുൻ നദീർ, ഒരുപാട് താക്കീതുകാർ വന്നിരുന്നില്ലേ? അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു സെക്കൻഡ് പോലും ചിന്തിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ഇവരെ അക്രമികളായിട്ടുള്ള ആളുകൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം അത് ക്ലിയറാക്കിക്കൊണ്ട് റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആചാരരംഗം ശുദ്ധീകരിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ശുദ്ധിയാക്കിക്കൊണ്ട് നമ്മുടെ ഏത് രംഗങ്ങളും കർമ്മരംഗങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് ശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് വിശ്വാസം ശുദ്ധീകരിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ആ രൂപത്തിൽ പരലോകത്ത് വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളെ ഏവരെയും നിന്റെ മുവഹിദുകളായ ആളുകളിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, ശിർക്കിങ്ങനെ ഉറുമ്പരിച്ച് വരുന്നത് പോലെ കടന്നു വരും എന്ന് പ്രവാചകൻ സൂചിപ്പിച്ച ആ ശിർക്ക് നാഥാ ഞങ്ങളിൽ നിന്നും അകറ്റിക്കളയണേ തമ്പുരാനെ. തൗഹീദിന്റെ വക്താക്കളാക്കിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ, അതേ രൂപത്തിൽ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കാനും അത് കാരണമാകണേ നാഥാ. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ പകൽ കൊണ്ട് നാഥാ നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും നാഥാ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന് ആളുകൾ, അവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ ഉറ്റമിത്രങ്ങൾ, ഒരുപാട് ആളുകൾ അതാ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അതാ കുടുംബം പോറ്റുവാൻ വേണ്ടി വിദേശത്ത് മണലാരണ്യത്തിൽ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാദാ, നീ അവർക്ക് ഐശ്വര്യം നൽകണേ തമ്പുരാനെ. അവരുടെ മനസ്സുകൾക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ. അവർക്ക് ഐശ്വര്യവും സമ്പന്നതയും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ഞങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.